സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആയി പോവുമോ എന്നുള്ളൊരു വിഷയത്തിൽ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടാണ്. ശരിക്കും ഞാൻ ആ കുറച്ച് നാൾ പ്രശ്നങ്ങൾ, അത് പിന്നെ കോർട്ട് വരാന്തകൾ, വക്കീലിൻ്റെ ഓഫീസുകൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. വളരെ സാധാരണ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടിങ്ങനെ ഇരുന്നിങ്ങനെ അതിനെ ഫേസ് ചെയ്യുക. ഇങ്ങനെ എന്താണ് ഒരു പിടിയില്ലാണ്ട് പോകുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും ഞാൻ നടനാണ് എന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയി എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായി. കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ഞാൻ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകൾ, ഞാനിവിടെ വേണം തീരുമാനിക്കുന്ന കുറേ ആളുകൾ എന്ന് പറയുന്നൊരു ഇതിൻ്റെ ഇടയിലാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പ്രപഞ്ച ശക്തിയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഉണ്ടാക്കിയെടുത്ത കുറേ പ്രേക്ഷകരുണ്ട്. കുറേയല്ല, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടാണ്. ശരിക്കും ഞാൻ ആ കുറച്ച് നാൾ പ്രശ്നങ്ങൾ, അത് പിന്നെ കോർട്ട് വരാന്തകൾ, വക്കീലിൻ്റെ ഓഫീസുകൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. വളരെ സാധാരണ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടിങ്ങനെ ഇരുന്നിങ്ങനെ അതിനെ ഫേസ് ചെയ്യുക. ഇങ്ങനെ എന്താണ് ഒരു പിടിയില്ലാണ്ട് പോകുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും ഞാൻ നടനാണ് എന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയി എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായി എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ആക്ടറാണ് എന്ന് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു സമയമുണ്ടായിരുന്നു. എൻ്റെ ജോലി ഇതായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഇരുന്ന് സിനിമകൾ കാണുമായിരുന്നു. എല്ലാവരും സിനിമയും കാണും. കാരണം എന്നിൽ ഞാനൊരു നടനാണെന്നും എനിക്ക് അഭിനയിക്കാൻ വീണ്ടും മോഹം ഉണ്ടാവണമെന്നും ഈ സിനിമകൾ എന്നെ കൊതിപ്പിക്കണമെന്നും ഒക്കെ ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് സമയമെടുത്തു. ഞാൻ ശരിക്കും ഒരു തലക്കടി ഇട്ടിട്ട് എന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞൊരവസ്ഥയില്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഞാനിരുന്ന് ചിരിക്കാനും അപ്പോഴാണ് വീണ്ടും 2 കൺട്രീസും മൈ ബോസും മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട്, മായമോ, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ, തിളക്കം, ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് സിനിമകൾ കണ്ടപ്പോഴാണ് നമ്മൾ ഈ ഒരുപാട് അങ്ങനെ ഞാൻ തന്നെ കുറേ എല്ലാവരുടെ പെർഫോമൻസ് കണ്ട് ചിരിക്കുകയും ചിരിച്ച് പിന്നെയും എനിക്ക് അഭിനയിക്കണം. ഞാൻ 2 വർഷം ഒന്നും ചെയ്തിട്ടില്ല, അഭിനയിച്ചിട്ടേ ഇല്ല. എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല. പിന്നെ എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ സിനിമ ചെയ്യണം. ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ആക്ടറാണ്, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. കാരണം എനിക്ക് സിനിമ എന്ന് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം, എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ. മനസ്സിലായില്ലേ? ഞാൻ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് പോയിരുന്ന ഒരാളാണ്. പെട്ടെന്നാണ് ഒരു കിട്ടി നമ്മൾ ഇതായി പോണേ. അപ്പോൾ അതിന് വീണ്ടും ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീണ്ടും വേഷങ്ങൾ, കാര്യങ്ങളെല്ലാം വരുന്നു. അതിനുവേണ്ടി എൻ്റെ ലോകം സിനിമയാണ്, എനിക്കെല്ലാം സിനിമയാണ്. ഞാൻ അത്രയും എൻ്റെ സിനിമയെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ സിനിമ മീൻസ് സിനിമ ലോകത്തെ, ഫിലിം ഇൻഡസ്ട്രിയെ, സിനിമയെ, എനിക്കെല്ലാം നന്ന സിനിമയാണ്. ഇപ്പോൾ അതിൽ നിന്നൊന്ന് ഇതായില്ലേ, ലൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ഞാൻ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകൾ, ഞാനിവിടെ വേണം തീരുമാനിക്കുന്ന കുറേ ആളുകൾ എന്ന് പറയുന്നൊരു ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അവരാണ് എന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ വലിയ കമ്പനിയുടെ സിഇഒകൾ വരെ നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ പറയും, എന്താ ദിലീപ് സിനിമ ചെയ്യാത്തത്? പല സ്ഥലത്ത് ചെല്ലുമ്പോഴും നിങ്ങളുടെ സിനിമകളാണ്. നമ്മൾ ഈ സ്ട്രെസ്സ് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇതാക്കി നോക്കിയിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അത് വിട്ട് ഇതിൻ്റെ കൂടെയായി കുറേ കഴിയുമ്പോൾ നമ്മൾ നോർമലാവും, നമ്മൾ കുറച്ചിരിക്കും. നിങ്ങളുടെ സിനിമ ചില സിനിമകളൊക്കെ എവിടെ ഇട്ട് നിങ്ങളുടെ സിനിമ കാണാൻ പറ്റും. ഏത് പോർഷനിൽ നിന്ന് കയറിയാലും നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം നമുക്ക് ആ കിട്ടുന്ന നമ്മുടെ എനർജിയാണ്, നമുക്ക് കിട്ടുന്ന ഇവരൊക്കെ ആ ഒരു ഫീലില്ലേ, അതാണ് നമുക്ക് വീണ്ടും നമ്മൾ
വീണ് കഴിഞ്ഞാൽ ഞാൻ ചാടി എഴുന്നേൽക്കുന്നതിന് കാരണം ആ പവറുണ്ട്. പ്രേക്ഷകൻ്റെ കയ്യടിയാണ് നമ്മുടെ എനർജി, അതെ. അവരുടെ വേർഡ്സാണ് എനർജി. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ആൾക്കാർ ആ ലൈവായിട്ട് തരുന്ന ഒരു സ്നേഹം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയല്ലേ? 100%. അത് അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് അതിൽ ദൈവം അനുഗ്രഹിച്ചൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നോടെല്ലാവരും, കാരണം ഏറ്റവും വലിയ ക്രൈസിസിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ സിനിമ കാണരുത് എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ അത്ര പോയിസൺ ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഹിറ്റാണ് രാമലീല. ആ സമയത്ത് ഞാൻ ഇരിക്കണ എവിടെയാണ് ഇല്ലേ? ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പ്രപഞ്ച ശക്തിയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഉണ്ടാക്കിയെടുത്ത കുറേ പ്രേക്ഷകരുണ്ട്. കുറേയല്ല, അതാണ് അവർ സൈലൻറ്റ് ഫാൻസാണ് ശരിക്കും നമ്മുടെ സിനിമകളെ സ്നേഹിക്കുന്നത്. എന്നെ അവർക്ക് മനസ്സിലാവും. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ് എനിക്ക് ഓരോ ഫംഗ്ഷന് ചെല്ലുമ്പോഴും ഓരോ ആൾക്കാരും എല്ലാവരും തള്ളി ഫോട്ടോ എടുക്കില്ല എന്ന് പറയുമ്പോഴും ഞാൻ അതിൻ്റെ കൂടെ അവരുടെ സമയത്തിന് എത്ര വിലയുണ്ട്. ആ വിലപ്പെട്ട സമയം ദിലീപിനെ കാണാൻ പോകാം, ദിലീപൊക്കെ വരണുണ്ട് അവിടെ. അത് എന്നെ മാത്രമല്ല, ഏതൊരു ആക്ടറാണെങ്കിലും ആ സമയം അവരുടെ പ്രഷ്യസ് ടൈം മാറ്റി വെച്ചിട്ടാണ് നമ്മളെ കാണാൻ വരുന്നത്. അപ്പം ഞാൻ കമ്മിറ്റഡാണ് അവരോട്, ഇല്ലേ? കറക്റ്റ്. അതെ, അതും പ്രായം എന്നുള്ളൊരു ഏജ് ഒന്നുമില്ല. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അവർ ചിലർ വന്നിട്ട്, ഞാനിപ്പോൾ ഷൂട്ടിന് ഇപ്പോൾ ഈ സിനിമകളിലെല്ലാം എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, എൻ്റെ അപ്പിയറൻസ് പുറത്ത് പോയിട്ടില്ല. അപ്പോൾ അവരുടെ കൂടെ നോർമൽ ഇതിൽ സാധാരണ എടുക്കണ പോലെ എല്ലാവരോടും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഷൂട്ടിംഗ് സ്ഥലത്ത് കാണാൻ വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല, സുഖമല്ലേ, ചടക്ക പ്രാർത്ഥനയുണ്ട് കേട്ടോ എന്ന് പറയാൻ, അങ്ങനെ ജസ്റ്റ് കാണാൻ വന്ന എന്ന് പറയുന്നൊരു വലിയ സ്നേഹമില്ലേ? എനിക്ക് അമ്മമാരൊക്കെ വന്ന് അങ്ങനെയുള്ള ഉറപ്പായിട്ടും അത് വലിയ പവറാണത്. അതെ, കാരണം അത് മൈൻഡ് കണ്ണിലൂടെ അവർ കണ്ട് ഹൃദയത്തിലെടുക്കുക എന്ന് പറയുന്നൊരു, അതാണ് ഈ അത്ഭുതം. ശരിക്കും പറഞ്ഞാൽ സിനിമ ഉണ്ടാക്കിയ എനിക്ക്, നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് എവിടെ ചെന്ന് വെച്ചാലും ഒരു ഗ്ലാസ് വെള്ളം കിട്ടും, ഒരു നേരത്തെ ചോറ് കിട്ടും. അത് തന്നെ ഏറ്റവും വലിയ പുണ്യമല്ലേ? അതെ, ഒരു സന്തോഷം എന്ന് തീർച്ചയായിട്ടും. പിന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഏത് പാതിരാത്രി എന്തായാലും താൻ ആരാണ് എന്ന് ചോദിക്കില്ലല്ലോ. വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഇത്തിരി ഭക്ഷണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തവന് ഉണ്ടാക്കി തരും. സുഖമായിരുന്നു ഇവിടെ നിന്ന് ചോറ് കഴിക്കാം, ഉറപ്പായിട്ടും, ഏത് വീട്ടിൽ നിന്നും. അപ്പോൾ കേരളം നമുക്ക്, മലയാളികളുള്ള സ്ഥലത്ത് നമുക്ക് അത്രയും ബന്ധുക്കളുള്ളതാണ്. അതെ, അതൊരു സ്ട്രെങ്ത് ആൻഡ് എനർജി ആയിട്ടിരിക്കട്ടെ അല്ലേ എപ്പോഴും, അല്ലേ? ഇപ്പോൾ അതുപോലെ തന്നെ ഈ മൂവിയും ഗംഭീരമാവട്ടെ. കാരണം